ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. ഞാൻ 40 ഡേയ്സിൽ നമ്മൾ 2 hours വെച്ചിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് എനിക്ക് ആ വീഡിയോയ്ക്ക് ലഭിച്ചത്. ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഈ സമയക്കുറവ് കൊണ്ട് പഠിക്കാൻ പറ്റാത്തതായിട്ട് നമ്മുടെ പഠനം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവരുമുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു 2 hours കൊണ്ടെങ്കിലും നമുക്ക് പഠിച്ച് ഈ ഒരു പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. പഠിക്കുന്ന ടൈം ഏത് സമയമാകാം, നമ്മളൊരു 2 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയാൽ മാത്രം മതി. അത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുന്നവരുമുണ്ട്. നമ്മൾ കുറച്ച് സമയം, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കിട്ടുന്ന സമയമെല്ലാം കൂട്ടി വെച്ച് പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കില്ല, നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 40 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൽ എന്താണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. സ്റ്റഡി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 14th April, അതായത് മൺഡേ മുതലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൺഡേ നിങ്ങൾക്ക് ടോപ്പിക്സ് പറഞ്ഞു തരും. ഈ ടോപ്പിക്സിനനുസരിച്ച് നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ആയിട്ട് വരിക. ഇപ്പോൾ 2 hours കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ആയിട്ട് വരണം. അപ്പോൾ മൺഡേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാനൊരു ആ തന്നിരിക്കുന്ന ടോപ്പിക്കിനെ പറ്റി ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് മാത്രമായിരിക്കും പറയുന്നത്. പിന്നെ മാക്സിമം റിപ്പീറ്റഡ് ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് ഡേ നിങ്ങളിത് നല്ലപോലെ റിവിഷൻ ചെയ്യണം. അതായത് ഇന്ന് പഠിച്ച ആ ടോപ്പിക്ക് നിങ്ങൾ പിറ്റേ ദിവസം നല്ലപോലെ റിവിഷൻ ചെയ്യുക. അതുപോലെ മാക്സിമം ഒരു 1 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ഡേയിൽ നിങ്ങൾ ഒരു 1 hour റിവിഷൻ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 hour മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യാനും സമയം കണ്ടെത്തണം. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളൊരു ചെറിയൊരു ഭാഗം ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കും. ഈ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ടൈം വെച്ച് തന്നെ എക്സാം എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. OMR ഷീറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് OMR ഷീറ്റിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് എക്സാമിന് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു 20 ദിവസം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലുള്ളൊരു മാറ്റം നല്ല രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സമയം നിങ്ങൾ കൂടുതൽ കണ്ടെത്താനും ശ്രമിക്കും. ഒന്നുകൂടി പറയാം, പ്രീവിയസ് ഡേ ഞാൻ ടോപ്പിക്സ് പറയും, നെക്സ്റ്റ് ഡേ നിങ്ങളത് ടോപ്പിക്സ് പ്രിപ്പയർ ആയിട്ട് വരിക. അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് അതൊന്ന് പഠിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടോപ്പിക്സ് സെറ്റാക്കിയെടുക്കാം. ഈ 40 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ഞാൻ സൺഡേ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ സാറ്റർഡേ സൺഡേ ഫുൾ റിവിഷൻ ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് സാറ്റർഡേ സൺഡേ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സാറ്റർഡേ സൺഡേ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് ആ 1 വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾ തന്നേക്കുന്ന ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നിട്ടും ജോലി കിട്ടാണ്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. അതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ബോധറാവേണ്ട ഒരു ആവശ്യമില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് അർഹതപ്പെട്ടത് നമ്മുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരും. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് കാര്യങ്ങളെല്ലാം വന്നു ചേരണമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമായിരിക്കും. അപ്പോൾ നമുക്കിനി 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് ഒരുമിച്ച് പോകാം. ഓക്കെ.